ദീർഘകാലത്തെ കോലാഹലങ്ങൾക്കും വിവാദങ്ങൾക്കും ശേഷം കണ്ണൂർ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം റിപ്പോർട്ട് ടിവി തന്നെ പുറത്തുവിടുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിൽ കേസിൽ പ്രതിസ്ഥാനത്തുള്ള പി ദിവ്യയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നും പി ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചത് തെളിവുകളില്ലാതെയാണെന്നും യാത്രയയപ്പിന് ദിവ്യയെ ആരും ക്ഷണിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്ന ഈ റിപ്പോർട്ട് നമുക്ക് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ആവർത്തിപ്പിക്കുകയാണ്. ആൾക്കൂട്ടത്തിന് മുന്നിൽ അപമാനിതനായി തലകുനിച്ച് നിൽക്കാനാവാതെ മരണം സ്വീകരിക്കേണ്ടി വന്ന ഉദ്യോഗസ്ഥന് നീതി ലഭിക്കാൻ ഈ റിപ്പോർട്ട് കാരണമാകുമോ? നൂറുകണക്കിന് പേരുടെ വിശദമായ മൊഴികളിലൂടെ തയ്യാറാക്കിയ റിപ്പോർട്ടിന് പോലും കണ്ടെത്താനാവാത്ത നവീൻ ബാബുവിന്റെ അഴിമതി കഥ ആരുടെ തിരക്കഥയായിരുന്നു? നവീൻ ബാബുവിന്റെ ജീവിതത്തെ ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കേണ്ടത് ആരുടെ തീരുമാനമായിരുന്നു? ന്യൂസ് ബസ് ചോദിക്കുന്നു, നവീൻ ബാബുവിന് നീതി ലഭിക്കുമോ ഇനിയെങ്കിലും? നവീൻ ബാബുവിന്റെ മരണത്തിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടറിന്റെ പൂർണ്ണ രൂപം റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. നമുക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ ടി.വി. പ്രസാദ്, റോഷിപാൽ, വി.എസ്. രഞ്ജിത്ത്, എ.കെ. അഭിലാഷ് എന്നിവർ ചേരുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ടിലെ ഓരോ വിശദാംശങ്ങളും മുഴുവൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപവും പ്രേക്ഷകരിലേക്ക് നിമിഷങ്ങൾക്കകം എത്തിക്കുകയാണ്. ആദ്യം നമുക്ക് ടി.വി. പ്രസാദിലേക്ക് തന്നെ പോവാം. വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം റിപ്പോർട്ടർ പുറത്തുവിടുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ പി ദിവ്യ ശ്രമിച്ചു എന്നാണ് വെളിപ്പെടുന്നത്. യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ പലരും നേരിട്ടും ഫോണിലും ബന്ധപ്പെട്ടതാണ് മരിക്കാൻ കാരണമെന്ന് ദിവ്യ മൊഴി നൽകി. യോഗത്തിനെത്തിയത് കളക്ടർ ക്ഷണിച്ചിട്ടാണെന്ന് പി ദിവ്യയുടെ മൊഴി. എന്നാൽ താൻ ക്ഷണിച്ചിട്ടില്ലെന്നായിരുന്നു കളക്ടർ പറഞ്ഞത്. റിപ്പോർട്ടർ SIT ബിഗ് ബ്രേക്കിംഗ്. ടി.വി. പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, ഒരു മനുഷ്യനെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് പരസ്യമായി തന്നെ അപമാനിക്കുന്നത്, പരിഹസിക്കുന്നത്, ഭീഷണി സ്വരത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളടക്കം ഈ പി ദിവ്യ സംസാരിക്കുന്ന പ്രസംഗമടക്കം നമ്മൾ കേട്ടതാണ്. അത് പൊതുസമൂഹത്തിന് മുന്നിലുള്ള കാര്യമാണ്. അപ്പോൾ ഇത് അന്വേഷണത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ തന്നെയല്ലേ ഇപ്പോൾ പി ദിവ്യ നൽകിയിരിക്കുന്ന മൊഴി? പ്രത്യേകിച്ച് ഈ നവീൻ ബാബുവിനെ ഈ ചടങ്ങിന് ശേഷം പലരും ഫോണിൽ വിളിക്കുന്നു, നേരിട്ട് കണ്ട് സംസാരിക്കുന്നു. ഇതൊക്കെയാണ് ആ മനുഷ്യൻ ഒരു മനോവിഷമത്തിലേക്ക് പോകാനും ആത്മഹത്യ ചെയ്യാനും കാരണമെന്ന് ദിവ്യ മൊഴി നൽകുമ്പോൾ ഇത് എല്ലാം മാറി മറിയുകയല്ലേ? ഇതിനെ എങ്ങനെ വേണം നമ്മൾ കാണാൻ? റോഷ്നി ഇപ്പോൾ അവസാനം പറഞ്ഞതുപോലെ ഈ സംഭവം ആകെ, അതായത് ഈ കേസ് ആകെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢ നീക്കം തൻ്റെ മൊഴിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയത്. റവന്യൂ മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം അങ്ങനെ അന്വേഷണം നടത്തി 536 പേജുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ സമർപ്പിക്കുകയും ചെയ്തത്. ഈ റിപ്പോർട്ടിലെ മുഴുവൻ ഭാഗവും, പൂർണ്ണ ഭാഗവുമാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ഇതിൻ്റെ ഭാഗമായി നമുക്ക് പുറത്ത് വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് പി ദിവ്യയുടെ മൊഴിയാണ്. പി ദിവ്യയെ പല തവണയായി നേരിട്ട് കാണുന്നതിന് വേണ്ടി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതിനെ തുടർന്ന് പി ദിവ്യ 4 പേജിൽ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയ മൊഴിയാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് കൊടുക്കുന്നത്. ഈ മൊഴിയുടെ തുടക്കത്തിൽ പി ദിവ്യ പറയുന്നത് വിദ്യാർത്ഥി സംഘടനാ രംഗത്തും യുവജന രംഗത്തും മഹിളാ രംഗത്തും ഒക്കെയുള്ള പ്രവർത്തന പാരമ്പര്യം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ജില്ലാ പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കുന്നതിൽ പി ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ച പങ്ക്, അതെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് പതിയെ മുഖ്യമന്ത്രിയിലേക്ക് ചാരുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി ദിവ്യ തൻ്റെ മൊഴി തുടങ്ങുന്നത് തന്നെ. അവിടുന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് NOC കൊടുക്കാൻ വൈകി എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അടങ്ങിയ മൊഴിയിലേക്ക് കടക്കുന്നത്. മൊഴിയിലേക്ക് കടന്നതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരുമ്പോൾ എങ്ങനെ ഈ യോഗത്തിലേക്ക് എത്തി എന്ന കാര്യം
പി ദിവ്യ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അന്നേ ദിവസം രാവിലെ ഒരു SC/ST യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ജില്ലാ കളക്ടറും ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടർ തന്നോട് ചോദിച്ചു അതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ പങ്കെടുക്കാം എന്ന് മറുപടി നൽകിയതായി പി ദിവ്യ തൻ്റെ മൊഴിയിൽ പറയുകയാണ്. അതേസമയം ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി പരിശോധിക്കുമ്പോൾ അരുൺ കെ വിജയൻ അങ്ങനെയൊരു പരാമർശമേ നടത്തിയിട്ടില്ല എന്നാണ് അരുൺ കെ വിജയന്റെ മൊഴിയിലുള്ളത്. ഇങ്ങനെ കളക്ടറോട് പറഞ്ഞനുസരിച്ച് അവിടെ എത്തുന്നു, സംസാരിക്കുന്നു. പക്ഷേ ആ സംസാരിച്ചതൊന്നും ദുഷ്ടലാക്കോടു കൂടിയായിരുന്നില്ല, ദുരുദ്ദേശത്തോടു കൂടിയായിരുന്നില്ല. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ നയം അത് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തുറന്നു കാണിക്കുക മാത്രമാണ് ചെയ്തതെന്ന ലാഘവത്തോടു കൂടിയാണ് പി ദിവ്യ തൻ്റെ മൊഴിയിൽ തുടരുന്നത്. ആ മൊഴിയുടെ ഏറ്റവും അവസാനം പി ദിവ്യ പറയുന്നതാണ് ഇതിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതാണ് നേരത്തെ റോഷ്നി എന്നോട് ചോദിച്ചതും. അതായത് ഒരു മനുഷ്യനെ ഒരു പൊതുയോഗത്തിൽ അപമാനിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ശേഷം മൊഴിയുടെ അവസാന ഭാഗത്ത് പറയുന്നു, തൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം പല ആളുകളും നേരിട്ടും ഫോണിലും നവീൻ ബാബുവിനെ ബന്ധപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം തൻ്റെ പ്രസംഗം കൊണ്ടല്ല, അതിലെ മാനഹാനി കൊണ്ടല്ല ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നും മറിച്ച് വേറെ ആരുടെയൊക്കെയോ പ്രേരണ അതിനുശേഷം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർത്ത് ഈ കേസാകെ അട്ടിമറിക്കാനുള്ള ഗൂഢമായ ഒരു നീക്കം പി ദിവ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. റോഷ്നി, അതാണ് ആ മൊഴിയിൽ വ്യക്തമാകുന്ന ഒരു കാര്യം. മാത്രമല്ല ഈ മൊഴിയിൽ പറയുന്ന അതായത് ആ പ്രസംഗത്തിന് ശേഷം ഈ നവീൻ ബാബുവിനെ നേരിട്ടും ഫോണിലൂടെയും ഒക്കെ ആളുകൾ സംസാരിച്ചു, അതിലൂടെ മനോവിഷമം ഉണ്ടായിട്ടുണ്ടാകാം എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ഉന്നയിച്ച ഈ അഴിമതി ആരോപണം, അതായത് നവീൻ ബാബു എന്ന വ്യക്തി കൈക്കൂലി വാങ്ങിയതിന് ഇതുവരെയും ഒരു തെളിവുകളുമില്ല. ഒരു പരാതി എന്ന് പറയുന്നത് ഔദ്യോഗികമായി ഒരു പരാതി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു മൊഴിയായി പുതിയ ഒരു കാര്യം പി ദിവ്യ പറയുമ്പോൾ അതിനി തെളിവുകളുണ്ടോ എന്നൊരു ചോദ്യം പൊതുസമൂഹം ഒന്നിച്ച് ചോദിക്കില്ലേ പ്രസാദ്? ഉറപ്പായും റോഷ്നി പറഞ്ഞത് തന്നെയാണ്. അതായത് ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങളാണ് അന്നത്തെ യോഗത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പൂർണ്ണമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ പി ദിവ്യയുടെ മൊഴിയുണ്ട്, ഈ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി അപേക്ഷിച്ച പ്രശാന്തൻ്റെ മൊഴിയുണ്ട്, ജില്ലാ കളക്ടറുടെ മൊഴിയുണ്ട്, കളക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിൻ്റെ മൊഴിയുണ്ട്, ADMന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിൻ്റെ മൊഴിയുണ്ട്, ഈ NOCയുടെ ഫയൽ പരിശോധിക്കുന്ന സെക്ഷനിലെ ക്ലർക്കിൻ്റെ മൊഴിയുണ്ട്, ADM നവീൻ ബാബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതാണ്ട് എല്ലാ ജീവനക്കാരുടെയും മൊഴി വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയുടെ ഓരോ വിശദാംശങ്ങളും എനിക്ക് ശേഷം വരുന്ന റോഷിപ്പാൽ വിശദീകരിക്കുമെന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് ADM നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലും ഫയൽ വെച്ച് പിടിക്കുന്ന ആളല്ല, കൈക്കൂലി വാങ്ങിക്കുന്ന ആളല്ല, അങ്ങനെ മോശമായ ഒരു ഇമേജ് ഉള്ള വ്യക്തിയല്ല എന്നാണ് കണ്ണൂർ കളക്ടറേറ്റിലെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ മൊഴിയെടുത്ത ഓരോ ആളുകളും പറയുന്നത്. അങ്ങനെയെങ്കിൽ റോഷ്നി, നവീൻ ബാബു എന്ന് പറഞ്ഞ മനുഷ്യനെ മാനഹാനി ഉണ്ടാക്കി ഇത്തരത്തിൽ അപമാനിക്കാൻ വേണ്ടി ബോധപൂർവം പി ദിവ്യയും കൂട്ടരും ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൽ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കൂടി ഒത്താശ ചെയ്തിരുന്നോ എന്ന് സംശയം വരുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളുള്ളത്. കാരണം അന്ന് രാവിലെ, സംഭവം നടക്കുന്ന ദിവസം രാവിലെ അരുൺ കെ വിജയനുമായി പി ദിവ്യ ഇക്കാര്യം സംസാരിക്കുന്നുണ്ട്. അരുൺ കെ വിജയന്റെ മൊഴിയിൽ പറയുന്നത് അങ്ങനെ ബോധ്യമില്ലാത്ത കാര്യം ഒരിക്കലും പറയരുത് എന്ന് താൻ ദിവ്യയോട് പറഞ്ഞതായിട്ടാണ് അരുൺ കെ വിജയൻ മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റോഷ്നി, ആ പരിപാടിയിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് പി ദിവ്യയെ കണ്ണൂർ ജില്ലാ കളക്ടർ തന്റെ അധികാരം ഉപയോഗിച്ച് തടഞ്ഞില്ല? കാരണം അതൊരു ഔദ്യോഗിക യോഗമല്ല, അതൊരു അനൗദ്യോഗികമായ യോഗമാണ്. ഒരു നിമിഷം പ്രസാദിലേക്ക് തന്നെ എത്താം. അതായത് നമ്മൾ ഒരു ദൃശ്യം വീണ്ടും ഒന്ന് കാണിക്കേണ്ടി വരികയാണ്. അതായത് ആ സമയത്ത് ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ആരോപണങ്ങളെല്ലാം ശക്തമായ സമയത്ത് പ്രതിപക്ഷത്ത് നിന്ന് ചിലർ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു, അതായത് ഒരു മാനസിക വിഷമത്താൽ ആത്മഹത്യ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ, അങ്ങനെയെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്ര കോൺഫിഡൻസോട് കൂടി ഈ പി ദിവ്യ കടന്നു വരുമ്പോൾ ചിരിച്ച് പി ദിവ്യയെ സ്വീകരിക്കുമോ, ചിരിച്ചുകൊണ്ട് സീറ്റിൽ ഇരിക്കുമോ എന്നൊരു ചോദ്യം പ്രതിപക്ഷത്ത് നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ പരിപാടിയിലേക്ക് പി ദിവ്യ എത്തുമ്പോൾ നവീൻ ബാബു പുഞ്ചിരിയോടെയാണ് അവരെ സ്വീകരിച്ചത്. വളരെ സ്നേഹത്തോടെ നവീൻ ബാബു പി ദിവ്യയെ സ്വീകരിക്കുന്ന ആ ദൃശ്യം ഒരിക്കൽ കൂടി ഒന്ന് കാണും.
ഇതാണ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഈ പല ആരോപണങ്ങൾ ദിവ്യ ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിൽ ഈ ഒരു മനുഷ്യൻ ചിരിച്ചുകൊണ്ടാണ് ആ സീറ്റിൽ ഇരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് പി ദിവ്യ കയറി വരുന്നത്, ഇത്തരത്തിൽ ഭീഷണി സ്വരത്തോടുകൂടി അപമാനിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പി ദിവ്യ നൽകിയ മൊഴികൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യവും. ഞാൻ തുടങ്ങിയതൊന്ന് പൂർത്തീകരിച്ചാൽ റോഷ്നി, അതായത് അന്നത്തെ യോഗം അത് അനൗദ്യോഗിക യോഗമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിലേക്ക് കടന്നു വരുമ്പോൾ ജില്ലാ കലക്ടർക്ക്, കാരണം ഇത്തരമൊരു കാര്യം ചാൻസ് കിട്ടിയാൽ പറയാൻ സാധ്യതയുണ്ട് എന്നറിയുന്ന ജില്ലാ കലക്ടർ അവിടെ പി ദിവ്യയെ തടയണമായിരുന്നു. കാരണം ആ യോഗത്തിലേക്ക് പി ദിവ്യയെ ഒരാളും ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ആ ജില്ലാ കലക്ടർ തടയുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ സംസാരിക്കാനുള്ള അവസരം നൽകി. അത് സംസാരിച്ച് തുടങ്ങി നവീൻ ബാബുവിലേക്ക് എത്തിയ സമയത്ത് പോലും ആ കലക്ടർ ചെറുചിരിയോടെ അത് കേൾക്കുന്നത് നമുക്ക് കാണാം. അതിനർത്ഥം ഇത് കലക്ടർ അറിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് ഒരുപക്ഷെ നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ കണ്ണൂർ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്നുള്ളതാണ് ഏതൊരാളുകൾക്കും മനസ്സിലാവുന്നത്. കാരണം കണ്ണൂർ ജില്ലാ കലക്ടറേറ്റിൽ നടന്ന യോഗത്തിലേക്ക് ക്ഷണിക്കാത്ത അതിഥിയായി വന്ന് ഇങ്ങനെ തൻ്റെ തൊട്ട് കീഴിലുള്ള ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ രാഷ്ട്രീയ നേതാവ് അവർ വന്ന് കയറുമ്പോൾ അവർ പറയുന്നത് മുഴുവൻ കേട്ട് കയ്യും കെട്ടിയിരിക്കുന്ന ഒരാളായി കലക്ടർ മാറണമെങ്കിൽ സ്വാഭാവികമായി ഒരുപക്ഷെ അതിനു മുമ്പ് ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് പക്ഷേ ഈ അന്വേഷണത്തിൽ ഇനിയിപ്പോൾ പുറത്തു വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. റോഷ്നി, ശരി, ടി.വി. പ്രസാദാണ് ഈ റിപ്പോർട്ട് സംബന്ധിച്ച് പി ദിവ്യയുടെ മൊഴി സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു മൊഴിയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് പി ദിവ്യയെ ക്ഷണിച്ചിട്ടില്ലെന്ന് കളക്ടറേറ്റ് ജീവനക്കാരുടെ സ്ഥിരീകരണം. പി ദിവ്യ ചടങ്ങിലെത്തിയത് ക്ഷണിക്കാതെയാണെന്ന് സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സി ജിനേഷ് മൊഴി നൽകി. ദിവ്യയുടെ പ്രസംഗത്തിന് പിന്നാലെ നവീൻ ബാബു ദുഃഖിതനായി. നവീൻ ബാബു കൈക്കൂലി വാങ്ങാറില്ലെന്നും സി ജിനേഷിന്റെ മൊഴി. നവീൻ ബാബുവും ജില്ലാ കളക്ടറും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ലെന്നാണ് നവീൻ ബാബുവിന്റെ CA റീന PR-ന്റെ മൊഴി. സ്ഥലം മാറ്റം ലഭിച്ചിട്ടും നവീൻ ബാബുവിനെ പത്തനംതിട്ടയിലേക്ക് പോകാൻ കളക്ടർ അനുവദിച്ചില്ല. പത്തനംതിട്ട കളക്ടർ ആവശ്യപ്പെട്ടിട്ടും കണ്ണൂർ കളക്ടർ വഴങ്ങിയില്ലെന്നും മൊഴി. കളക്ടറേറ്റ് ജീവനക്കാരുടെ മൊഴിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിബാൽ നൽകും വിശദാംശങ്ങൾ. റോഷിബാൽ, ഇതിൽ ഈ കളക്ടറും നവീൻ ബാബുവുമായുള്ള ബന്ധമൊക്കെ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇതിൽ അന്വേഷണം കളക്ടറിലേക്ക് കൂടി നീങ്ങണം, എന്തെങ്കിലും ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തണമെന്ന് ഭാര്യ മഞ്ജുഷ വരെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന് ഈ ജീവനക്കാരന്റെ മൊഴി തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. കാരണം ഈ കളക്ടർ വരുന്നുണ്ടോ പരിപാടിക്ക് എന്ന് ചോദിച്ചു എന്ന് ദിവ്യ പറയുന്നു. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ദിവ്യയുടെ സഹായി കളക്ടറുടെ സഹായിയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു, പരിപാടി തുടങ്ങിയോ എന്നറിയാൻ. അതിനുശേഷമാണ് ദിവ്യ ആ പരിപാടിക്ക് വന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. ഈ റിപ്പോർട്ടിൽ തന്നെ അതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പുതിയ മൊഴി, ഈ ജീവനക്കാരന്റെ മൊഴി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ഒപ്പം തന്നെ ഈ കളക്ടറും നവീൻ ബാബുവും തമ്മിലുള്ള ബന്ധം അത് എത്രത്തോളം നിർണായകമാണ്? റോഷിബാൽ. റോഷ്നി, ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ കളക്ടറിലെ ജീവനക്കാർ നൽകിയ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, ഈ മൊഴി പുറത്തു വരുന്നതോടെ ജില്ലാ കളക്ടർ കൂടി സംശയമുനയിലാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കളക്ടറിലെ ജീവനക്കാർ നൽകുന്ന മൊഴികൾ 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഒരുപോലെ മൊഴി നൽകുന്നു. അങ്ങനെ കൈക്കൂലി കൈപ്പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല നവീൻ ബാബു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ, ഏറെക്കാലമായി ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരൊക്കെ ഒരേ സ്വരത്തിൽ പങ്കുവയ്ക്കുന്നു. മറ്റൊന്ന്, വിഷമങ്ങൾ പറഞ്ഞാൽ തിരിച്ചു സഹായിക്കുന്ന, കൈയയച്ച് സഹായിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിത്വം കൂടിയാണ് നവീൻ ബാബു എന്ന സഹപ്രവർത്തകർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്, അത്രയും സഹാനുഭൂതിയുള്ള മനുഷ്യനാണ്. പരാതികൾ വന്നാൽ, ഫയലുകൾ വന്നാൽ അത് വളരെ വിശദമായി പരിശോധിച്ച് അതിൽ ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കുന്ന ഒരു സ്വഭാവം കൂടി നവീൻ ബാബുവുണ്ട്. അങ്ങനെയുള്ള ഒരു മികച്ച ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പൂർണ്ണമായും സഹപ്രവർത്തകർ നിഷേധിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പി ദിവ്യ, അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കൂടിയായ പി ദിവ്യയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്ന് പറയുന്നത് സ്റ്റാഫ് കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ്.
സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സി ജിനേഷാണ് ഈ പരിപാടി ഏകോപിപ്പിച്ചത്. അങ്ങനെയുള്ള ജിനേഷ് തന്നെ പറയുന്നു പരിപാടിയിലേക്ക് ദിവ്യയെ ക്ഷണിച്ചിട്ടേയില്ലെന്ന്. മാത്രവുമല്ല, ദിവ്യ അവിടെ എത്തുകയും നവീൻ ബാബുവിനെ അപമാനിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുകയും ചെയ്തതിന് പിന്നാലെ നവീൻ ബാബു ദുഃഖിതനായി കാണപ്പെട്ടു എന്ന് പറയുന്നു. അതിന് പിന്നാലെ നവീൻ ബാബു ഈ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ നൽകിയ മൊമെൻ്റോ പോലും എടുക്കാതെയാണ് തിരിച്ചുപോയത്. ആ വിഷമത്തിൻ്റെ പിന്നാലെയാണ് മടങ്ങുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ, മറ്റൊന്ന് ADMന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് റീനയുടെ മൊഴിയാണ്. അത് വളരെ ഗൗരവമുള്ളതാണ്. നേരത്തെ തന്നെ ജില്ലാ കളക്ടറുമായി ചില അസ്വാരസ്യങ്ങൾ നവീൻ ബാബുവിനുണ്ടെന്ന് തെളിയിക്കുന്ന മൊഴിയാണ്. ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് സമയത്ത് വൈകി ജോലിയിൽ പ്രവേശിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഷോക്കോസ് നോട്ടീസ് നൽകിയെന്നത്. മറ്റൊന്ന്, വാരാന്ത്യ സമയത്ത് നാട്ടിലേക്ക് പോയി തൻ്റെ 2 പെൺമക്കളെയും ഭാര്യയെയും കാണാൻ പോലും ജില്ലാ കളക്ടർ അനുവദിച്ചിരുന്നില്ല. അതിൽ വലിയ ദുഃഖം നവീൻ ബാബു പങ്കുവെച്ചു എന്നതാണ്. വാരാന്ത്യ ദിവസങ്ങളിലെ അവധി അപേക്ഷ നൽകിയാൽ ജില്ലാ കളക്ടർ അത് തുടർച്ചയായി നിരസിക്കുന്നതാണ് പതിവ്. അതിലാണ് നവീൻ ബാബു ദുഃഖം പ്രകടിപ്പിച്ചത്. അങ്ങനെ വലിയ ക്രൂരമായ വേട്ടയാടലുകൾ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നവീൻ ബാബു ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന സൂചന കൂടി ഈ മൊഴികളിലുണ്ട്. ഒരു ഘട്ടത്തിൽ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ ആ സ്ഥലം മാറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വിടുതലിന് പോലും അനുവദിച്ചില്ല ജില്ലാ കളക്ടർ. പകരം ആൾ വരട്ടെ, എന്നാൽ മാത്രമേ പോകാൻ അനുവദിക്കുകയുള്ളൂ എന്നായിരുന്നു ജില്ലാ കളക്ടറുടെ നിലപാട്. അങ്ങനെ പത്തനംതിട്ട ജില്ലാ കളക്ടർ നേരിട്ട് കണ്ണൂർ ജില്ലാ കളക്ടറെ വിളിച്ചിട്ട് പോലും വഴങ്ങാൻ കണ്ണൂർ ജില്ലാ കളക്ടർ തയ്യാറായില്ല. ഇതൊക്കെ കണ്ണൂർ ജില്ലാ കളക്ടറെ സംശയമുനയിലാക്കുന്ന മൊഴികളാണ്. കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ജില്ലാ കളക്ടറെ കുരുക്കുന്ന മൊഴികൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ അവിടെയുള്ള പൂർണ്ണമായും ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഒരു ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന് വ്യക്തം. മാത്രവുമല്ല, അഴിമതിക്കാരനല്ല നവീൻ ബാബു എന്ന് പറയുന്നു. ഇങ്ങനെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ആത്മഹത്യക്ക് കാരണം അഴിമതിയാണെന്നടക്കമുള്ള ദുരാരോപണങ്ങൾ ഉയർത്തിയതിന് പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഒരിക്കൽ കൂടി പറയുന്നത് അടിയന്തരമായി ഇതിൽ ഒരു പുനരന്വേഷണം വേണം. അങ്ങനെ ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പൂർണ്ണമായും ഈ മരണത്തിൻ്റെ കാരണം കണ്ടെത്താൻ കഴിയുകയുള്ളെന്ന് ഗീത ഈ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഗീത തൻ്റെ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നത്. റോഷിപാൽ, തീരുന്നില്ല. ഈ ജീവനക്കാരുടെ മൊഴി മാത്രമല്ല, ADMന്റെ ഡ്രൈവർ M ഷംസുദ്ദീന്റെ മൊഴി കൂടിയുണ്ട്. അതിങ്ങനെയാണ്: നവീൻ ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയല്ല. കൈക്കൂലി വാങ്ങുന്നത്, ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങുന്നത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോഴും കൂടെയുള്ള ഡ്രൈവറാണ് ഇതെല്ലാം തള്ളിപ്പറയുന്നത്. റോഷിപാൽ, അപ്പോൾ കൂടെയുള്ള ജീവനക്കാരും ഡ്രൈവറും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ നവീൻ ബാബുവിനെ കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോൾ, മാത്രമല്ല നമ്മൾ നവീൻ ബാബുവിൻ്റെ ആ മരണത്തിന് ശേഷം ആ നാട്ടിൽ പോയി ചില പ്രതികരണങ്ങൾ തേടിയപ്പോൾ തന്നെ ആ പ്രദേശവാസികളുടെ പ്രതികരണം നമ്മൾ ഓർക്കുകയാണ്. ഇദ്ദേഹം ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയോ എന്ന് ഞെട്ടലോടുകൂടിയാണ് കേട്ടതെന്ന് പറഞ്ഞ് ചില പ്രതികരണങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവരെല്ലാവരും നവീൻ ബാബുവിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്താണ് റോഷിപാൽ? റോഷ്നി, ഈ ഡ്രൈവർ ഷംസുദ്ദീൻ്റെ മൊഴിക്കും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ADM ആയി നവീൻ ബാബു ചുമതല ഏറ്റെടുത്തത് മുതൽ ഈ ഷംസുദ്ദീൻ തന്നെയാണ് ഔദ്യോഗിക വാഹനത്തിൻ്റെ ഡ്രൈവർ. ഷംസുദ്ദീനാണ് അവസാനമായി ഈ ഒരു ഇടത്തേക്ക് നവീൻ ബാബുവിനെ എത്തിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പകുതി സ്ഥലത്തിറങ്ങി അവിടെ സുഹൃത്തിനെ കാണാണ്ടെന്ന് പറഞ്ഞ് ഷംസുദ്ദീനെ മടക്കി അയക്കുകയായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ നവീൻ ബാബു ഒരുപക്ഷെ ജീവനൊടുക്കാൻ തയ്യാറെടുത്തോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ നവീൻ ബാബുവിൻ്റെ മരണം ഇപ്പോഴും അത് സാധാരണ മരണമല്ലെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണം. എങ്കിൽ പോലും ഇതിൽ ഷംസുദ്ദീൻ്റെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും കൂടുതൽ സമയം ഒപ്പമുള്ള ഷംസുദ്ദീൻ പോലും പറയുന്നു നവീൻ ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണ്. അങ്ങനെ ഒരു കൈക്കൂലി വാങ്ങുന്ന, അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥനല്ല നവീൻ ബാബു. നേരത്തെ NOC വൈകിയ ചില ആ സ്ഥാപനങ്ങളിലെ അപേക്ഷകരുമായി സംസാരിച്ചപ്പോൾ നവീൻ ബാബു അവരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. ആ കാലതാമസം വന്നത് നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്ന് ആ അപേക്ഷകർ പോലും സമ്മതിക്കുന്നു. മാത്രവുമല്ല, ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട NOC നൽകാൻ താമസിച്ചിട്ടില്ലെന്ന് കൃത്യമായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണമായത് PP ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന ആ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗം മാത്രമാണോ? അതിൻ്റെ പിന്നാലെ കലക്ടറുടെ പീഡനം കൂടിയുണ്ടോ എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയും കലക്ടറെ ഇപ്പോൾ ആ കേസിൽ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഒരു നടപടി പോലും കലക്ടർക്കെതിരെ ഉണ്ടായിട്ടില്ല. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥന്മാരൊക്കെ നൽകിയിരിക്കുന്ന മൊഴി കൃത്യമായി പരിശോധിക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് എത്തിക്കുന്നതിൽ കലക്ടറുടെ പങ്കുണ്ടോ എന്ന സംശയമുണ്ട്.
കാരണം കലക്ടർ ഇടക്കാലത്ത് നവീൻ ബാബുവിനെ ജോലി സ്ഥലത്ത് മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കലക്ടർക്കെതിരെയുള്ള അന്വേഷണത്തിന്റെ പ്രാധാന്യവും വർദ്ധിക്കുന്നത്. ഏതായാലും ഏത് ഏജൻസിക്ക് വേണമെങ്കിലും ഈ റിപ്പോർട്ട് പരിശോധിച്ച് അന്വേഷണം നടത്താമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കൂടി പറഞ്ഞ സാഹചര്യത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ എന്തു തീരുമാനമെടുക്കും എന്നത് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും നിയമ നടപടിയുമായി വലിയ പോരാട്ടത്തിലേക്ക് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും കളക്ടറേറ്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും നവീൻ ബാബു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ സ്ഥിതിയിൽ ഇത് ഗൗരവത്തോടെ തന്നെ ഈ റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ തുടരന്വേഷണത്തിലേക്ക് സർക്കാർ അതിനുള്ള നിർദ്ദേശം പോലീസിന് നൽകുമോ എന്നതാണ് ഉറ്റുനോക്കേണ്ടത്. റോഷിപാൽ തുടരണം. ഇതിപ്പോൾ നവീൻ ബാബുവിന്റെ ഡ്രൈവർ ആണെങ്കിലും നവീൻ ബാബുവിന്റെ CA റീനയാണെങ്കിലും അവരുടെയൊക്കെ മൊഴി പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന ഒരാളായി നവീൻ ബാബുവിനെ തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ തീർന്നില്ല. ഇനിയും മൊഴികളുണ്ട്. ഇനിയും നവീൻ ബാബുവിനെ പിന്താങ്ങുന്ന മൊഴികൾ തന്നെയുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. ഈ റിപ്പോർട്ടിന്റെ ഓരോ വിശദാംശങ്ങളിലേക്കും എത്താം. ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് തുടരുകയാണ്. കൂടുതൽ ആരോപണങ്ങളിലേക്കും കൂടുതൽ മൊഴികളിലേക്കും തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ വിഷയത്തിൽ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണങ്ങളിൽ വസ്തുതയില്ലെന്ന് D4 സെക്ഷനിലെ ക്ലർക്കിന്റെ മൊഴി. പെട്രോൾ പമ്പിന് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും ഫയൽ കൈകാര്യം ചെയ്ത D4 സെക്ഷനിലെ ക്ലർക്ക് ഹരീഷ് N മൊഴി നൽകി. ടൗൺ പ്ലാനറുടെ റിപ്പോർട്ട് കിട്ടി ഒരാഴ്ചയ്ക്കകം തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ടെന്നും ഹരീഷിന്റെ മൊഴി. AK അഭിലാഷ് നൽകും വിശദാംശങ്ങൾ. അഭിലാഷ്, ഈ പെട്രോൾ പമ്പിന്റെ NOCയുമായി ബന്ധപ്പെട്ടാണ് വലിയ ചർച്ച തന്നെ ഉണ്ടായത്. അതായത് ഈ നവീൻ ബാബു ഈ NOC നൽകുന്നത് ഒരുപാട് വൈകിപ്പിച്ചു എന്ന ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള മൊഴികളൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോൾ എന്താണ് സാഹചര്യം? അഭിലാഷ്, ഈ മൊഴിയിൽ ശക്തമായി പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഈ NOCയുമായി ബന്ധപ്പെട്ട ഫയൽ പരിശോധിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തത് ഹരീഷ് N ആണ്. അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ പണം വാങ്ങിയെന്ന് കരുതാൻ പോലും കഴിയില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു. അതായത് ADMനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ തന്നെ പൂർണ്ണമായും തള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4/12/2023 ഈ ഫയൽ ആദ്യമായി ലഭിക്കുന്നത്, അപേക്ഷ ലഭിക്കുന്നത്. ഇതിൽ നിന്ന് 10 ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഈ ഫയൽ 8 ഡിപ്പാർട്ട്മെൻറ്റുകൾ അയച്ചു നൽകുന്നു. കാരണം ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം തേടേണ്ടതുണ്ട്. അത്തരത്തിൽ 8 ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് ഇത്തരത്തിൽ കത്ത് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് 5-ാം മാസത്തോടു കൂടിയാണ് ഇതിലൊക്കെ മറുപടി ലഭിക്കുന്നത്. ഇതിൽ പ്രധാനമായും 1/3/2024 ലഭിച്ച പോലീസിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു കാരണവശാലും ഇതിന് അനുമതി നൽകരുതെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് പിന്നീടും ടൗൺ പ്ലാനറുടെ റിപ്പോർട്ട് തേടാനായിരുന്നു ഇപ്പോൾ ഇത് സംബന്ധിച്ച് മുന്നോട്ട് പോകാനായി തീരുമാനം. അതായത് 6/5/2024 ടൗൺ പ്ലാനറുടെ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തുകയും അത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കാനും പറഞ്ഞിരിക്കുന്നത്. 1/10/2024 ടൗൺ പ്ലാനർ റിപ്പോർട്ട് ലഭിക്കുന്നത്. അതായത് 1/10 ലഭിക്കുന്ന റിപ്പോർട്ട് 7-ാം തീയതി തന്നെ ഉത്തരവാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ADMന്റെ മുന്നിൽ ഈ ഫയൽ ലഭിച്ച് 7-ാം ദിവസം തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും അതോടൊപ്പം തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുകയും 2 ദിവസത്തിനകം തന്നെ പിന്നീട് ഈ NOC നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം വരുത്താൻ ADMന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. തൻ്റെ മുന്നിൽ ഫയൽ ലഭിച്ചിരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ അത് പാസ്സാക്കി കൊടുക്കാനും അതോടൊപ്പം തന്നെ NOC നൽകാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റൊന്ന് പോലീസിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ 40,000 രൂപ റെന്റിനാണ് ആ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമീപവാസികൾക്ക് ആർക്കും പരാതി ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല. പക്ഷേ ഇത് പ്രധാനപ്പെട്ട റോഡിന്റെ ഹൈവേയുടെ വശത്താണ്, അതും വളവാണ്. അതുകൊണ്ട് തന്നെ ഈ പമ്പിലേക്ക് വാഹനങ്ങൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത് പ്രധാന റോഡിലൂടെ വാഹനങ്ങൾ പോവുകയാണെങ്കിൽ അപകടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ പോലീസിന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള റിപ്പോർട്ട് വരികയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ടൗൺ പ്ലാനർ റിപ്പോർട്ട് തേടാനും ADM തയ്യാറാവുകയും ചെയ്തു. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം TV പ്രശാന്തിന്റെ മൊഴി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം 6-ാം തീയതിയാണ് ADMനെ അദ്ദേഹം കാണുന്നത്. അതോടൊപ്പം തന്നെ ADMനെ കാണുന്ന ആ സമയം വരെ ADM ഏതെങ്കിലും തരത്തിൽ പണം ആവശ്യപ്പെട്ടതായി രേഖകളില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴികളിൽ പോലും അത് സമർത്ഥിക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ 6-ാം തീയതി പണം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തന്നെ, അതായത് വണ്ടിയിലുണ്ടായിരുന്ന പണം അപ്പോൾ തന്നെ 2 ഘട്ടമായി കൊടുക്കുന്നു എന്നാണ്. ആദ്യം 50,000 രൂപ കൊടുക്കുന്നു, പിന്നീട് 48,500 രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം പ്രശാന്തനെ പോലുള്ള ഒരാൾ ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ കയ്യിൽ വെച്ചു നടന്നു. അതായത് ADM പണം വാങ്ങില്ല, അദ്ദേഹത്തിന് നേരത്തെ അറിയാം. അത്തരത്തിലൊരാൾ എന്തിന് ADMന്റെ മുന്നിലേക്ക് പോയി എന്നുള്ള ചോദ്യം കൂടി ഇവിടെ വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ക്ലർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ADM പണം വാങ്ങാനുള്ള സാഹചര്യമില്ല. അതോടൊപ്പം തന്നെ ഈ ഫയൽ നീക്കത്തിൽ യാതൊരു തരത്തിലുള്ള കാലതാമസവും വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുകയും ചെയ്യുന്നത്. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.
കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരായ PP ദിവ്യയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ട്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല. PP ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചത് തെളിവുകളില്ലാതെയാണ്. യാത്രയയപ്പിന് PP ദിവ്യയെ ആരും ക്ഷണിച്ചിട്ടില്ല. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. VS രഞ്ജിത്ത് നൽകും വിശദമായ കാര്യങ്ങൾ. രഞ്ജിത്ത്, ഇതിൽ PP ദിവ്യ ഉന്നയിച്ച ഏതൊക്കെ ആരോപണങ്ങളെയാണ് ഈ റിപ്പോർട്ടിൽ തള്ളുന്നത്? മറ്റൊന്ന്, ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് ഈ റിപ്പോർട്ട് എത്തിയത് എങ്ങനെയാണ്? നമ്മൾ കാത്തിരുന്നൊരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇത് PP ദിവ്യയ്ക്ക് തിരിച്ചടിയാവുന്നു എന്ന് നമുക്ക് പറയാൻ കാരണം എന്തൊക്കെയാണ്? റോഷ്നി, ഇപ്പോൾ നമ്മൾ പരിശോധിച്ച TV പ്രസാദും AK അഭിലാഷും റോഷിപാലും ഒക്കെ പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് കൃത്യമായ 3 പ്രധാനപ്പെട്ട വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ഈ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യ കടന്നു വരുന്നത് ഒരു ക്ഷണവും കിട്ടാതെയാണ്. അവിടേക്ക് PP ദിവ്യയെ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറിയോ കലക്ടറോ ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ ക്ഷണിക്കാതെ വന്ന് കയറുന്ന PP ദിവ്യ എന്തോ ഉദ്ദേശത്തോടുകൂടി തന്നെ കയറി വന്നതാണ് എന്നുള്ളതാണ്. PP ദിവ്യ പക്ഷെ പറയുന്നത് ഈ വഴി പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നുള്ള മട്ടിലാണ്. എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം PP ദിവ്യയുടെ വാക്കുകളിൽ തന്നെയുണ്ട്. പക്ഷെ ഈ വഴി പോയപ്പോൾ അറിഞ്ഞപ്പോൾ കയറി എന്നുള്ളതാണ് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ PP ദിവ്യ പറയുന്നത്. പക്ഷേ PP ദിവ്യ ഈ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട സമയത്തെക്കുറിച്ചൊക്കെ നേരത്തെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ നേരത്തെ അന്വേഷിച്ച് വെച്ചതിൻ്റെ ഉദ്ദേശം ഈ യാത്രയയപ്പ് ചടങ്ങിലേക്ക് വരണം എന്ന് PP ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻറ്റൻഷൻ, അതായത് ഇവിടെ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായ ഇൻറ്റൻഷനോട് കൂടി പ്രസംഗിച്ചതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. മറ്റൊന്ന്, PP ദിവ്യ ചില ആരോപണങ്ങൾ ആ പ്രസംഗത്തിൽ പറയുന്നു. അത് പിന്നീട് അന്ന് തന്നെ കലക്ടർക്ക് പരാതിയായി കൊടുക്കുന്നു. പക്ഷേ ആ പരാതിയിൽ അന്ന് ഉന്നയിച്ച ആരോപണങ്ങളിൽ PP ദിവ്യയുടെ കൈവശം ഒരു തെളിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അവിടുത്തെ ഡിസ്ട്രിക്ട് കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ PP ദിവ്യയുടെ ആരോപണങ്ങളിൽ എന്തെങ്കിലും തെളിവുകൾ PP ദിവ്യ ഹാജരാക്കിയതായി പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ തെളിവുകളില്ലാതെയാണ് ഇത്ര ക്രൂരമായ ആരോപണം നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നതിന് ഒരു തെളിവുമില്ല എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ ആത്മഹത്യയെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു പോലീസ് അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞാണ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. അതായത് PP ദിവ്യയുടെ നവീൻ ബാബുവിനെ കുറിച്ചുള്ള ആരോപണങ്ങളിൽ തെളിവില്ല, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല, നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ഈ PP ദിവ്യ വന്ന് കയറുന്നതൊരു പ്രത്യേക ഇൻറ്റൻഷനോടുകൂടി എന്നാൽ ക്ഷണിക്കാത്ത ചടങ്ങിലേക്കാണ് എന്നുകൂടി ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നു. രഞ്ജിത്തെ, മറ്റൊന്ന്, 100 കണക്കിന് ആളുകളുടെ മൊഴിയെടുത്ത് തയ്യാറാക്കിയ വിശദമായ മൊഴിയെടുത്തുണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ നവീൻ ബാബുവിനെ പിന്തുണച്ചുകൊണ്ടാണല്ലോ അല്ലേ കൂടുതൽ മൊഴികളുള്ളത്? തീർച്ചയായിട്ടും അതിലെ മൊഴികൾ ഓരോന്നും പരിശോധിച്ചാൽ അവിടെയൊക്കെ നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്നോ, നവീൻ ബാബു ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ പ്രശാന്തൻ്റെ മൊഴി പോലും പരിശോധിച്ചാൽ പ്രശാന്തൻ അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറയുന്നത് പ്രശാന്തൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ വെച്ച് കൈക്കൂലി ആവശ്യപ്പെട്ടു, 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നില്ല, കയ്യിലുള്ള 50,000 കൊടുത്തു. അപ്പോൾ 1 ലക്ഷം വേണമെന്ന് തന്നെ പറഞ്ഞു. പിന്നീട് വണ്ടിയിൽ പോയി അവിടുന്ന് വണ്ടിയിൽ നിന്ന് എടുത്തു കൊടുത്തു, അതിൽ ചില്ലറ തികയില്ലായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു അവിശ്വസനീയമായ ഘടകമുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രശാന്തൻ തന്നെ പറയുന്നുണ്ട് അവിടെ നവീൻ ബാബു കൈക്കൂലി നേരത്തെ ആവശ്യപ്പെട്ട് കൈക്കൂലി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പോയത്, അവിടെ പോയ ഘട്ടത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അതുപോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ തന്നെ എടുത്തു കൊടുത്തു എന്നൊക്കെ പറയുന്നതിൽ അവിശ്വസനീയമായ ഒരു സാഹചര്യമായി പരിശോധിച്ചാൽ അതിൽ അവിശ്വസനീയതയുണ്ട്. എന്നാൽ മറ്റ് ഉള്ളവരുടെ മൊഴി പരിശോധിച്ചാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാർ ആ പെട്രോൾ പമ്പിലെ രേഖകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അതിൻ്റെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നതിന് മനഃപൂർവ്വമായി നവീൻ ബാബു എന്തെങ്കിലും ശ്രമിച്ചോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ വളരെ കൃത്യമായി ഈ പറയുന്ന പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട രേഖകൾ നവീൻ ബാബു പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫയൽ നീക്കങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ ഒരു ബോധപൂർവമായ വൈകിപ്പിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. മാത്രവുമല്ല, നവീൻ ബാബുവിൻ്റെ പിൻകാല ചരിത്രം
പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയും ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെടുകയോ കൈക്കൂലിക്ക് വേണ്ടി ഏതെങ്കിലും അനധികൃതമായി അനാശാസ്യകരമായി ഇടപെടൽ നടത്തുകയോ ചെയ്തു എന്ന് ഒരിടത്തും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനൊരു ബ്ലാക്ക് മാർക്ക് അദ്ദേഹത്തിൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് റിപ്പോർട്ടും മൊഴിയും ഒക്കെ നൽകിയിട്ടുള്ളത്. ശരി, VS രഞ്ജിത്താണ് ഈ റിപ്പോർട്ട് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയത്. രഞ്ജിത്ത് പറയുന്നത് പോലെ തന്നെയാണ് ഈ റിപ്പോർട്ടിലെ മൊഴികളെ തമ്മിൽ നമ്മളൊന്ന് ചേർത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് പോലും തോന്നുന്ന ചില ചോദ്യങ്ങളുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് രഞ്ജിത്ത് അതിൽ സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് ഈ PP ദിവ്യ തന്നെ പറയുന്നുണ്ട്, ഈ കളക്ടർ ചോദിച്ചു തന്നോട് പരിപാടിക്ക് വരുന്നുണ്ടോ എന്ന് കളക്ടർ ചോദിച്ചു എന്ന് പറഞ്ഞ അതേ PP ദിവ്യയാണ് പരിപാടിക്ക് വന്ന് പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ ഈ വഴിയിലൂടെ പോയപ്പോൾ കയറിയതാണെന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് സംശയം തോന്നുന്ന കാര്യം തന്നെയാണ്. മറ്റൊന്നിലേക്ക് വന്നാൽ, പെട്രോൾ പമ്പ് അനുമതിക്കായി കണ്ണൂർ മുൻ ADM നവീൻ ബാബു ഒരു കാലതാമസവും വരുത്തിയിട്ടില്ലെന്നാണ് ഭാര്യ മഞ്ജുഷ പറയുന്നത്. മറ്റു വകുപ്പുകളിൽ നിന്ന് പേപ്പർ കിട്ടാൻ കാലതാമസമുണ്ടായി. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നത് ആരോപണം മാത്രമാണെന്നും മഞ്ജുഷ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മഞ്ജുഷയുടെ പ്രതികരണം കേൾക്കാം. ഇപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 400-ലധികം പേജുകളുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, PP ദിവ്യയുടെ കയ്യിൽ ഒരു തെളിവില്ലായിരുന്നു. അതായത് ഇദ്ദേഹം അഴിമതിക്കാരനാണെന്നുള്ള ഒരു തെളിവില്ല. 2, ഈ പമ്പ് അനുവദിച്ചതിൽ കാലതാമസം വന്നിട്ടേ ഇല്ല. അത് അവിടുത്തെ ക്ലർക്ക് തന്നെ കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് വേയിൽ തന്നെയാണ് പോയിരുന്നത്. ഇത് നേരത്തെ നവീൻ ബാബു സാർ പങ്കുവച്ചിരുന്നില്ല ഈ കാര്യം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നല്ലോ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഇതിനകത്ത് ഡിലേ വന്നിട്ടില്ല, കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, അഴിമതി വെറും ആരോപണമാണെന്നുള്ളത് എല്ലാവർക്കും നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന് നിങ്ങൾ ചോദിച്ചപ്പോഴും ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു. ഇപ്പോഴ് റിപ്പോർട്ട് അതെ കിട്ടത്തക്ക രീതിയിലുള്ള അതെ അത് ആ ഒരു ചെറിയ മറ്റ് വകുപ്പിൽ നിന്നുള്ള പേപ്പറുകൾ കിട്ടാനുള്ള കാലതാമസം വന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പിന്നെ കളക്ടറേറ്റിൽ നിന്ന് ഒരു കാലതാമസം വന്നിട്ടില്ല. നേരത്തെ മുൻകൂട്ടി ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, ഈ NOC വൈകിപ്പിച്ചിട്ടില്ല നവീൻ ബാബു എന്ന് ഉദ്യോഗസ്ഥരുടെ തന്നെ മൊഴികൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരികയാണ്. ഭാര്യ നേരത്തെ ഉന്നയിച്ച അതേ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം അങ്ങനെ വൈകിപ്പിക്കുന്ന നടപടികൾ ചെയ്തിട്ടില്ല. മറ്റ് ഈ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് വൈകിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് ഭാര്യ പറയുമ്പോൾ ഭാര്യയുടെ നിലപാടിൽ ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. പ്രവീൺ, റോഷ്നി, നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ഇക്കാര്യം പറയുന്നതിനൊരു കാരണമുണ്ട്. കാരണം നവീൻ ബാബു മരിക്കുന്നതിന് മുമ്പ്, അതായത് PP ദിവ്യ അന്ന് ആ ഒരു യാത്രയപ്പ് ചടങ്ങിൽ എന്തെല്ലാം പറഞ്ഞു എന്നത് സംബന്ധിച്ച് കൃത്യമായും നവീൻ ബാബു ഭാര്യ മഞ്ജുഷയോട് ഫോണിൽ പങ്കുവച്ചിരുന്നു. അവിടെ എന്താണ് നടന്നത്, ഏതൊക്കെ കാര്യങ്ങൾ PP ദിവ്യ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മഞ്ജുഷയോട് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഈ പെട്രോൾ പമ്പുമായിട്ടുള്ള വിഷയം സംബന്ധിച്ച് അതിൻ്റെ അനുമതിക്കായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു, എവിടെ നിന്നെല്ലാം അതിന് അനുമതി ലഭിക്കണം, നിലവിൽ അതിൻ്റെ തടസ്സം എന്തായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ നവീൻ ബാബു മഞ്ജുഷയോട് പങ്കുവച്ചിരുന്നു. മഞ്ജുഷയ്ക്ക് അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി അറിയാം. അന്ന് തന്നെ നവീൻ ബാബു പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ താൻ നിരപരാധിയാണ്, ഒരു കാലതാമസവും ഇതിൻ്റെ അനുമതിക്കായി വന്നിട്ടില്ല, അത് ഏതൊക്കെ പേപ്പറുകൾ ഏതൊക്കെ സമയത്ത് ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ മഞ്ജുഷയോട് ഫോണിൽ പറഞ്ഞിരുന്നു. അത് ഈ PP ദിവ്യ യാത്രയപ്പ് ചടങ്ങിൽ അത്തരമൊരു പ്രസംഗം നടത്തിയതിന് ശേഷമാണ് നവീൻ ബാബു ഭാര്യ മഞ്ജുഷയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ തന്നെ മഞ്ജുഷ അന്ന് നവീൻ ബാബുവിനെ ആശ്വാസപ്പെടുത്തിയിരുന്നു, അങ്ങേക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് ജനങ്ങൾ വിശ്വസിക്കില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം മഞ്ജുഷ നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു പൂർണ്ണരൂപം, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാണെന്ന് ഈ മഞ്ജുഷയ്ക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നത്. ലോകത്തിന് മുഴുവനും അറിയാം തൻ്റെ ഭർത്താവ് കൈക്കൂലി വാങ്ങുന്ന ആളല്ല എന്ന്. അവിടെ പെട്രോൾ പമ്പിൻ്റെ അനുമതിക്കായി ഒരു കാലതാമസവും വന്നിട്ടില്ല, പ്രത്യേകിച്ചും കളക്ടറേറ്റിൽ നിന്നുള്ള ഒരു ഡിലേയും വന്നിട്ടില്ല എന്ന് തന്നെ മഞ്ജുഷ ഉറപ്പിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV ഈ ഒരു റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിട്ടിരിക്കുന്നത്. അതേ നിലപാടിൽ തന്നെ മഞ്ജുഷ ഇപ്പോഴും ഉറച്ച് നിൽക്കുന്നു. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ഭാര്യ K. മഞ്ജുഷ ഹാജരാക്കിയ രേഖകൾ PP ദിവ്യയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി.
CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിക്കൊപ്പം നൽകിയ രേഖകളാണ് നൽകേണ്ടത്. PP ദിവ്യ നൽകിയ ഉപഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഈ നടപടി. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, ഈ CBI അന്വേഷണം വേണമെന്നതിൽ ഒരു തിരിച്ചടിയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഭാര്യ മഞ്ജുഷ ആരോപിക്കുന്ന ആരോപണങ്ങൾ ശക്തമാണ്. ആ വിവരങ്ങളെല്ലാം ഇപ്പോൾ PP ദിവ്യ ചോദിച്ചതും കോടതി അത് നൽകണമെന്ന് പറഞ്ഞതും അതിന്റെ സാഹചര്യം എന്താണ്? നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് 2 ഹർജികളാണ് ഹൈക്കോടതിയുടെ മുന്നിലുണ്ടായിരുന്നത്. ആദ്യം ഈ കണ്ണൂർ എഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ K മഞ്ജുഷ ആദ്യം ഹർജിയുമായി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. ഈ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളി. തുടർന്നാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. ഈ 2 ഹർജികളും നൽകുമ്പോൾ അതിനൊപ്പം പല രേഖകളും K മഞ്ജുഷ നൽകിയിരുന്നു. ഈ രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് കേസിലെ ഏക പ്രതിയായ PP ദിവ്യ ഹൈക്കോടതിയെ സമീപിച്ചത്. PP ദിവ്യ ഉപഹർജിയായാണ് ഈ അപേക്ഷ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ നൽകിയത്. സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം ഇന്ന് പരിഗണിക്കുകയും അക്കാര്യം അംഗീകരിക്കുകയുമായിരുന്നു. ഇതിൽ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ PP ദിവ്യ കക്ഷിയല്ല. ഈ സാഹചര്യത്തിലാണ് പ്രത്യേകമായി കക്ഷിയായിരുന്നുവെങ്കിൽ ഈ ഹർജി നൽകുമ്പോൾ തന്നെ മഞ്ജുഷ നൽകുമ്പോൾ തന്നെ അതിൻ്റെ ഈ രേഖകളുടെ പകർപ്പെല്ലാം PP ദിവ്യയ്ക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ കക്ഷിയല്ലാത്ത സാഹചര്യത്തിലാണ് PP ദിവ്യയ്ക്ക് ഈ രേഖകൾ ലഭിക്കാനുള്ള തടസ്സമുണ്ടായത്. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ കോടതിയുടെ അനുമതി തേടിയത്. സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കൗസറുടെ ഭാഗത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇക്കാര്യം അനുമതി നൽകുകയും ചെയ്തു. ഈ രേഖകൾ സാക്ഷ്യപ്പെടുത്തി നൽകാനാണ് ഹൈക്കോടതി രജിസ്ട്രിക്ക് സിംഗിൾ ബെഞ്ച് നൽകിയ നിർദ്ദേശം. PP ദിവ്യയുടെ ഉപഹർജി പരിഗണിച്ചാണ് ഈ നിർദ്ദേശം നൽകുന്നത്. പിന്നീട് ഇനി അങ്ങോട്ട് ഈ കേസിൽ കുറ്റപത്രം നൽകിയതിനു ശേഷം വിചാരണ ആരംഭിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ഈ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ രേഖകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചായിരിക്കും വിചാരണ കോടതിയിൽ PP ദിവ്യയുടെ അഭിഭാഷകർ മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കുറ്റപത്രവും ഒപ്പം ഈ രേഖകളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ ആ വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ വിചാരണ കോടതിയിൽ ചൂണ്ടിക്കാട്ടുക എന്നതാണ് PP ദിവ്യയുടെ അഭിഭാഷകർ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ ലാൻഡ് റവന്യൂ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിലെ ഓരോ മൊഴികളും അത്രത്തോളം നിർണായകം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ച്. ഇതിൽ ഇനി PP ദിവ്യയ്ക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ളത് തന്നെയാണ്. PP ദിവ്യയ്ക്കെതിരായ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.